ഹായ് പാർട്ട്നേഴ്സ്, ഹായ് ലീഡേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. റഷീദ് അലി മാസ്റ്റർ മഞ്ചേരിയാണ്. ഞാനിപ്പോഴേ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ അപെക്സ് ടോക്കൺ ഫേസ് 1 ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിൽ എൻട്രി വെച്ചവർ ഫേസ് 2 എങ്ങനെയാണ് കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫേസ് 1 ഫേസ് 2 കണക്ട് ചെയ്യാൻ വേണ്ട ലിങ്ക് എവിടെ നിന്ന് കിട്ടും എന്ന് പല വ്യക്തികൾ നമ്മോട് പേഴ്സണലി ആയിട്ടൊക്കെ കോൾ ചെയ്തിട്ടും മെസ്സേജ് ചെയ്തും വോയിസ് ഇട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ എങ്ങനെയാണ് ഫേസ് 2 ചെയ്യുക എന്നും ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഞാനിപ്പോൾ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിനു വേണ്ടി നമുക്ക് ഫേസ് 1 ചെയ്തവർക്ക് ഫേസ് 2 കണക്ട് ചെയ്യാൻ വേണ്ടി കമ്പനി നമുക്ക് ഒരു കോമൺ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ കോമൺ ലിങ്കാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നിങ്ങൾക്കിവിടെ 2 ലിങ്ക് കാണാം. ഒന്ന് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാനൊരു ലിങ്ക് കാണാം, ഫസ്റ്റിൽ അതാണ് ഉള്ളത്. രണ്ടാമത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും, എക്സ്ചേഞ്ച് ലോഗിൻ കാണാൻ പറ്റും. ഇതാണ് ഈ ലോഗിൻ എന്ന ലിങ്കാണ് ഫേസ് 2 ചെയ്യാനുള്ള ലിങ്ക്. ഓക്കെ, ഫേസ് 1 ചെയ്തവർ ഫേസ് 2 കണക്ട് ചെയ്യാനുള്ള ലിങ്ക്. ഓക്കെ, ആ ലിങ്കിൽ, ആ താഴെയുള്ള ലിങ്കിൽ നമ്മളൊന്ന് അമർത്തി പ്രസ് ചെയ്യുക. കണ്ടോ, ഒന്ന് അമർത്തി പ്രസ് ചെയ്താൽ ഇതേപോലെ വരും, കോപ്പി ലിങ്ക് എന്ന് വരും. കണ്ടോ, അപ്പോൾ ഈ കോപ്പി ലിങ്ക് എന്നില്ല നമ്മൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൊബൈലിൻ്റെ സെൻറ്റർ താഴെയുള്ള നമ്മുടെ സെൻറ്റർ ബട്ടൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുക. ട്രസ്റ്റ് വാലറ്റ് എല്ലാവർക്കും ഉണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ട്രസ്റ്റ് വാലറ്റ് ഇല്ലാത്തവരെന്ത് ചെയ്യുക, ട്രസ്റ്റ് വാലറ്റ് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് അത് ആ കാര്യങ്ങൾ ക്ലിയർ ആക്കി വയ്ക്കാം. എന്നിട്ട് ട്രസ്റ്റ് വാലറ്റുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഫേസ് 2 ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എൻ്റെ ട്രസ്റ്റ് വാലറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ എൻ്റെ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ട്രസ്റ്റ് വാലറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും താഴെ നിങ്ങളുടെ മൊബൈലിൻ്റെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ വലതുഭാഗത്ത് ഡിസ്കവർ എന്ന് കാണാൻ പറ്റും. ഡിസ്കവർ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യാൻ മുകളിൽ വന്നു. സെർച്ച് കണ്ടോ, മുകളിൽ ഏറ്റവും മുകളിൽ കണ്ടോ സെർച്ച് എന്ന്, ഓർ എൻ്റർ ഡി ആപ്പ് URL എന്ന് കണ്ടില്ലേ. അവിടെ എന്ത് ചെയ്യുക, നമ്മൾ അവിടുന്ന് ലോഗിൻ ലിങ്ക് കോപ്പി ചെയ്തില്ലേ, അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ പേസ്റ്റ് ചെയ്യുക എങ്ങനെയാണ്, ഇവിടെ നിന്ന് അമർത്തി പിടിക്കുക. ഉണ്ടാവും, അപ്പോൾ ഇവിടെ പേസ്റ്റ് എന്ന് വന്നു, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടുന്ന് ലോഗിൻ ചെയ്ത ലിങ്ക് നമ്മൾ അവിടുന്ന് പേസ്റ്റ് ചെയ്ത്, അവിടുന്ന് കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തു. അപ്പോൾ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ HTTPS കണ്ടോ, അവിടെ കാണാം ഫേസ് 2 .apex ടോക്കൺ എന്ന് കണ്ടില്ലേ. ഇതാണ് ഫേസ് 2 ലിങ്കുമായി കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, അവിടെ നമ്മൾ ആ ലിങ്കിൽ, ആ ഫേസ് 2 ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ വരും. കണ്ടോ, എൻ്റർ യുവർ BSC വാലറ്റ് അഡ്രസ്സ് കണ്ടോ, അതുപോലെ താഴെ പാസ്വേഡ്. ഇവിടെ നിങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. അതിൻ്റെ താഴെ ലോഗിൻ എന്ന് കാണാം കേട്ടോ, ലോഗിൻ എന്ന് കണ്ടില്ലേ, അതിൻ്റെ താഴെ കാണാം ക്ലിക്ക് ഹിയർ ഇഫ് യു ഹാവ് ആൻ അപെക്സ് ID എന്ന് കാണാൻ പറ്റും. കണ്ടോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ഒന്നും ചെയ്യണ്ട കേട്ടോ, മുകളിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട.
BSC അഡ്രസ്സ് ഇവിടെ ഓട്ടോമാറ്റിക്കലായി വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ഹിയർ എന്നുള്ളടത്ത് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ, കണക്ട് യുവർ phase 1 അക്കൗണ്ട് വിത്ത് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കേട്ടോ. അപ്പോൾ നമ്മളെ കേട്ടോ BSC വാലറ്റ് അഡ്രസ്സ് ഇത് ക്ലിയറായി വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കാണാൻ പറ്റും, മുകളിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. നെറ്റ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണത് കേട്ടോ, നെറ്റ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെറ്റ് ക്ലിയർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി എന്ത് ചെയ്യും, നമ്മളെ ആ BSC വാലറ്റ് അഡ്രസ്സ് അവിടെ വരും. അതാ വന്നു, ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ വന്നു. ഓക്കെ, ഇനി അതിൻ്റെ താഴെ കാണാൻ പറ്റും phase 1 യൂസർ നെയിം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, phase 1 നിങ്ങൾക്ക് ഒരു ID ഉണ്ടാവും, APX എന്ന് പറഞ്ഞ ID ഇല്ലേ, ആ ID നിങ്ങളിവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ID ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്, APX ഉണ്ടോ. ഞാൻ എൻ്റെ ID നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തു. ഇനി ആ ID നമ്പർ എന്തുണ്ട്, നമുക്കൊരു പാസ്വേഡ് ഉണ്ടായിരുന്നു അല്ലേ, ആ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, താഴെ കാണും കണക്റ്റ് phase 1 കണക്റ്റ് phase 1 എന്ന് കാണാൻ പറ്റും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഇതേപോലെ കണക്റ്റ് phase 1 എന്നിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ phase 1 ID ഇത് കണക്റ്റഡ് ആവും. ഓക്കെ, അങ്ങനെ നമുക്ക് phase 2 ചെയ്യാൻ ഇവിടെ കഴിയും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ലീഡർക്ക് ഒരു 2000 രൂപ എന്തെങ്കിലും 2000 രൂപയോട് അടുത്ത് അയച്ചു കൊടുത്തു. ഏകദേശം 2000 രൂപയോളം അയച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു 120 അപ്പെക്സ് ടോക്കൺ വാങ്ങണം. അല്ലെങ്കിൽ ആരടുത്താണോ അപ്പെക്സ് ടോക്കൺ ഉള്ളത് അവരിൽ നിന്നും ഒരു 120 അപ്പെക്സ് ടോക്കൺ നമ്മൾ വാങ്ങണം. അതിന് ഏകദേശം വരുന്ന റേറ്റാണ് ഞാൻ പറഞ്ഞത്, ഒരു 2000 രൂപക്ക് അടുത്ത് വരും. കറക്റ്റല്ല, അത് വേരിയേഷൻ കാണാൻ പറ്റും. 15ഉം 16ഒക്കെ റേറ്റാണ് അപ്പെക്സിൻ്റെ ഇപ്പോഴത്തെ വില. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മളെ സാമ്പത്തിക അനുസരിച്ച് വാങ്ങാം. ഒന്നുകിൽ 120 വാങ്ങാം, അല്ലെങ്കിൽ 240 വാങ്ങാം, 600 വാങ്ങാം, എത്ര അപ്പെക്സ് ടോക്കണും വാങ്ങാം. അപ്പോൾ നിങ്ങൾ 120 അപ്പെക്സ് ടോക്കൺ ഇവിടെ വാങ്ങിയാൽ 50 അപ്പെക്സ് ടോക്കൺ അവിടുന്ന് ബേൺ ചെയ്ത് പോകും, കരിച്ച് കളയും അവിടെ. അപ്പോൾ നമ്മൾ 120 അപ്പെക്സ് ടോക്കൺ ചെയ്താൽ 70 അപ്പെക്സ് ടോക്കണാണ് സ്റ്റേക്കിങ്ങിനുണ്ടാവുക. ആ 70 അപ്പെക്സ് ടോക്കൻ്റെ പ്രോഫിറ്റാണ് പിറ്റേ ദിവസം മുതൽ നമുക്ക് കിട്ടുക. 120 അപ്പെക്സ് ടോക്കൺ നമ്മൾ ചെയ്യുമ്പോൾ പ്ലാനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം 50 അപ്പെക്സ് ടോക്കൺ ബേൺ ചെയ്ത് പോകും, ബാക്കി 70 ഉണ്ടാവുക. ഈ 70-നാണ് നമുക്ക് പ്രോഫിറ്റ് പിറ്റേ ദിവസം മുതൽ കിട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതിൽ ഒരു കാര്യം കൂടി ചേർത്ത് പറയാണ്, ഇന്ന് വരെ വിഡ്രോ ഒന്നും ചെയ്യാത്തവർ, അല്ലെങ്കിൽ 50% എങ്കിലും പ്രോഫിറ്റ്, നിങ്ങൾ ക്യാപിറ്റൽ എമൗണ്ടിൻ്റെ 50% എങ്കിലും കിട്ടാത്തവർക്ക്, അല്ലെങ്കിൽ തീരെ ഒരു രൂപയും വിഡ്രോ ചെയ്യാത്ത ആളുകൾക്ക് കമ്പനി എന്തുണ്ട്, 120 അപ്പെക്സ് ടോക്കൺ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ തന്ന ലിങ്ക് ഉണ്ടല്ലോ, ആ രണ്ടാമത്തെ ലിങ്ക്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കണക്റ്റായിട്ട് നിങ്ങളെ യൂസർ ഐഡിയും പാസ്വേഡും കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താൽ അത് നിങ്ങൾക്ക് phase 2-ൽ 120 അപ്പെക്സ് ടോക്കൺ കമ്പനി തന്ന് അവിടെ 50 ടോക്കൺ ബേൺ ചെയ്യുകയും 70 അപ്പെക്സ് ടോക്കൺ സ്റ്റേക്ക് ചെയ്യുകയും ചെയ്തത് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പിറ്റേ ദിവസം മുതൽ 70 അപ്പെക്സ് ടോക്കൻ്റെ പ്രോഫിറ്റ് 1% മുതൽ 4% വരെ ലഭിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. മാത്രമല്ല, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ഒരാഴ്ചയിൽ 7 ദിവസവും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. നമ്മൾ phase 1 ചെയ്തപ്പോൾ നമുക്ക് 5 ദിവസമാണ് പ്രോഫിറ്റ് കിട്ടിയത് അല്ലേ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 5 ദിവസം. എന്നാൽ phase 2-ൽ നമുക്ക് ഡെയിലി കമ്പനി നടക്കുന്ന ബിസിനസ്സിന് ആനുപാതികമായിട്ട്, അതായത് ബേൺ ചെയ്യുന്ന അപ്പെക്സ് ടോക്കൺ ആനുപാതികമായിട്ടാണ്
നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. ചിലപ്പോൾ 1% കിട്ടും, ചിലപ്പോൾ 1.5 കിട്ടും, ചിലപ്പോൾ 2.5 കിട്ടും, ചിലപ്പോൾ 3.5 കിട്ടും. എന്തായിരുന്നാലും 4% വരെ പ്രോഫിറ്റ് തരാം എന്നാണ് കമ്പനി നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം. ഓക്കെ, അത് നമുക്കിപ്പോൾ കമ്പനി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ഇപ്പോഴും നമുക്ക് ചില പ്രശ്നങ്ങൾ, ചെറിയൊരു ഇഷ്യൂസ് കമ്പനിക്കുണ്ട്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് അല്ലേ? മാത്രമല്ല ബാങ്കുകളിലും പല പ്രൊസീജിയറും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, എല്ലാവരും വിഡ്രോ കൊടുത്താൽ നല്ലൊരു എമൗണ്ട് വരും അല്ലേ? ബാങ്ക് ടു ബാങ്ക് 1.5 വർഷം ഈ കമ്പനി ബാങ്ക് മുഖാന്തരം വിഡ്രോ കൊടുത്തിരുന്നു, അന്നൊരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം നമുക്ക് എക്സ്ചേഞ്ചൊക്കെ വന്നത് കൊണ്ട് തന്നെ നമ്മെ സെക്യൂർഡ് ആക്കാൻ വേണ്ടി, നമ്മെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇവിടെ അപെക്സിൻ്റെ എക്സ്ചേഞ്ച് കൊണ്ടുവന്ന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ നമുക്ക് ലക്ഷങ്ങളും കോടികളൊക്കെ വരുമ്പം നാളെ നമുക്കൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ആണ് കമ്പനി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ കമ്പനി ഇവിടെ മുങ്ങാനോ പൊട്ടാനോ പൊളിയാനോ ഒന്നും വന്ന കമ്പനിയല്ല. വ്യക്തമായ മിഷനോട് കൂടിയാണ് അപെക്സ് ടോക്കൺ എന്ന കമ്പനി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ബാങ്കിലെ ഇഷ്യൂസ്, ബാങ്കിൽ ഓൾറെഡി അക്കൗണ്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബൾക്ക് വിഡ്രോ ചെയ്യാൻ ബാങ്കിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് ബാങ്കുമായി ബന്ധപ്പെടുന്നവർ, അതുപോലെ തന്നെ ബാങ്ക് ജോലിയില്ലവരൊക്കെ നമ്മളെ ഗ്രൂപ്പിലും നമ്മളെ അറിവിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അവരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഒരു ബൾക്ക് ട്രാൻസ്ഫർ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ പ്രൊസീജിയർ വേറെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ആ പ്രൊസീജിയർ ഉള്ളത് കൊണ്ട് നമ്മൾ അപെക്സ് എക്സ്ചേഞ്ച് മുഖേനമേ നമ്മുടെ പ്രോഫിറ്റുകളും വിഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ നമ്മളെ പാനിക്കാക്കാനോ ടെൻഷനാക്കാനോ വേണ്ടിയിട്ടല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ കമ്പനി മുങ്ങാൻ വന്ന കമ്പനിയാണെങ്കിൽ, അല്ലെങ്കിൽ പൊട്ടാൻ വന്ന കമ്പനിയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് ROI തരേണ്ട ആവശ്യമില്ല. പിന്നെ നെഗറ്റീവ് വോളികൾ നിരവധി കുപ്രചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതിലൊന്നും നമ്മളാരും വീണ് പോകരുത്. അവർ ജീവിച്ചു പോകുന്നത്, ആ നെഗറ്റീവ് വോളികൾ ജീവിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. അവർ കഞ്ഞി കുടിച്ചു പോകുന്നത് ഈ നെഗറ്റീവ് വീഡിയോസ് പലതും ചെയ്ത് അത് ആളുകൾ കണ്ട് അതിൻ്റെ വ്യൂസ് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ടാണ് അവർ കഞ്ഞി കുടിച്ചു പോകുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരങ്ങനെ നെഗറ്റീവ് ഈ ലോകം അവസാനിക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം നമ്മുടെ ശരി പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നെഗറ്റീവുകളും ഒക്കെ പറയാൻ ഇവിടെ കുറേ ആളുകളുണ്ട്. അത് അവരെ ഏൽപ്പിച്ചു. നമ്മളെ ഡ്രീമും നമ്മൾ സെറ്റ് ചെയ്ത ഗോളും അച്ചീവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അത് നമ്മൾ തന്നെ അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ ഇവിടെ കർമ്മരംഗത്ത് ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഈ അപെക്സിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് പൊട്ടും, അത് പൊളിയും, അതിപ്പോൾ തരുന്നില്ല പറയും. ഇവിടെ അപെക്സ് ഇപ്പോഴും നമ്മൾ ഫേസ് 1 നമ്മൾ എത്ര എമൗണ്ടാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിൻ്റെ പ്രോഫിറ്റ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഇപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എപ്പോഴും കമ്പനി അത് നിർത്തിയിട്ടില്ല. ഇനി ഈ 10-ാം തീയതിക്ക് ശേഷം കമ്പനി പറഞ്ഞു നമ്മളെ ഫേസ് 1 എമൗണ്ടിൻ്റെ 50% നമ്മുടെ ഫേസ് 2 കമ്പനി മാറ്റിത്തരാൻ പോവുകയാണ്. മാത്രമല്ല പുതിയ പല പ്രൊജക്റ്റുകളുമായിട്ടാണ് കമ്പനി വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ശരി പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയാൻ നിരവധി ആളുകൾ ഇവിടെ രാജ്യത്തുണ്ട്. അല്ലെങ്കിൽ നെഗറ്റീവ് വോളുകൾ വീഡിയോ ചെയ്യാനും നമ്മളെ പരിഹസിക്കാനും ഒക്കെ ഉണ്ട് ഇവിടെ. എന്നെയൊക്കെ നിരവധി ആളുകൾ പരിഹസിക്കാറുണ്ട്. ഞാൻ അവരൊന്നും മൈൻഡ് ചെയ്യാൻ പോവാറില്ല. കാരണം നമ്മുടെ ഡ്രീം നമ്മളതാണ്, നമ്മളെ ഗോൾ നമ്മളാണ്, അത് അച്ചീവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മളതാണ്. അപ്പം അതുകൊണ്ട്
നമുക്ക് ചെറിയൊരു ഇഷ്യൂസ് ഇപ്പോൾ കമ്പനിയിലുണ്ട്, ഒരു എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ കാര്യങ്ങൾ കമ്പനി ദ്രുതഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് കമ്പനി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആന വാങ്ങിയ ആൾക്ക് തോട്ടി വാങ്ങാനും കഴിയുന്നു അല്ലേ. നമ്മളിപ്പോൾ ആന വാങ്ങിയിട്ടുണ്ട്, ഫേസ് 1 നമ്മൾ ആന വാങ്ങിയിട്ടുണ്ട് അല്ലേ. ഇനി തോട്ടി വാങ്ങാൻ നമുക്ക് ചെറിയൊരു പൈസക്ക് മുടക്കുള്ളൂ. അപ്പോൾ ആന വാങ്ങിയൊരു തോട്ടി വാങ്ങാനും കഴിയില്ലേ? കഴിയും, തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് ചെറിയൊരു ഇഷ്യൂസ് ഇപ്പം ഉണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ ബാങ്ക് വിഡ്രോ കൊടുക്കുക അപ്പോൾ കഴിയുന്നില്ല. അതിൻ്റെ കാര്യങ്ങൾ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ നമ്മൾ ഫേസ് 1 ഇപ്പോൾ കണക്റ്റഡായി. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എൻ്റെ പേര് ഇവിടെ വന്നു, എൻ്റെ BSc അഡ്രസ്സ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ കാണാൻ പറ്റും. ഇനി ഫേസ് 1 എത്ര ആളുകൾ ലെഫ്റ്റിലുണ്ട്, എത്ര ആളുകൾ റൈറ്റിലുണ്ട് ഒക്കെ ഇവിടെ കാണാം. കണ്ടോ എല്ലാം ഇവിടെ കാണാം. ടോട്ടൽ എത്ര ബിസിനസ്സാണ് കണ്ടോ, എല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മുടെ കമ്പനിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് നമ്മൾ പിറകോട്ടടിച്ച് പോകുമല്ലോ വേണ്ടത്. നമ്മളെ കമ്പനിനെ ചേർത്ത് പിടിച്ച് നമുക്ക് വലിയ വലിയ ഉയരങ്ങളിൽ എത്താൻ, നമുക്ക് വലിയ വലിയ എമൗണ്ടുകൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഈ കമ്പനിയോട് ചേർത്ത് നിൽക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ കൂടെ കഴിവുള്ളവരും കഴിവില്ലാത്തവരും അതുപോലെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരും അറിയാത്തവരും പലരും ഉണ്ടാവും. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. ഞാൻ പൊതുവേ ഒരു കഥ പറയാറുണ്ട് പൊതുവേ ഞാൻ. അതായത് മുമ്പ് വളരെ പണ്ട് 9 എന്ന് പറയുന്ന അക്കം 8 എന്ന് പറയുന്ന അക്കത്തൊരു അടിയടിച്ചു. അപ്പോൾ 8 ചോദിച്ചു 9നോട്, നീ എന്തിനാ എന്നെ അടിച്ചത്? അപ്പോൾ 9 പറഞ്ഞു, ഞാൻ എൻ്റെ ജ്യേഷ്ഠനാണ്, ജ്യേഷ്ഠന് വേണമെങ്കിൽ അനിയനെ അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 8 എന്ത് ചെയ്തു? ഓക്കെ, 8 7 അടി കൊടുത്തു. അപ്പോൾ 7 ചോദിച്ചു 8നോട്, നീ എന്തിനാ എന്നെ തല്ലിയത് എന്ന്. അപ്പം അതേ മറുപടി 9 പറഞ്ഞ മറുപടി 8 പറഞ്ഞു, ഞാൻ നിൻ്റെ ജ്യേഷ്ഠനാണ്, എനിക്ക് അടിക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ 7 എന്ത് ചെയ്തു? 6 അടിച്ചു. ഇങ്ങനെ 6 5 അടിച്ചു, 5 4 അടിച്ചു, 4 3 അടിച്ചു, 3 2 അടിച്ചു, 2 1 അടിച്ചു. ഇങ്ങനെ ചോദ്യങ്ങൾ താഴ്ന്ന് മേലോട്ട് വന്നു. അവസാനം 1 അടിക്കാൻ ആരുമില്ല. 1 നോക്കുമ്പോൾ 1 അടിക്കാൻ ആരുമില്ല. അപ്പോൾ 1 എന്ത് ചെയ്തു? 1 കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത്? 0 ആണുള്ളത്. അപ്പോൾ 1 എനിക്കിപ്പോൾ അടിക്കണ്ട, അപ്പോൾ ആരും പകരം വീട്ടും ഒന്നും വേണ്ട, ഞാൻ ഈ 0 ചേർത്ത് പിടിക്കാമെന്ന് തീരുമാനിച്ചു. 1 അങ്ങനെ 1 എന്ത് ചെയ്തു? ആ 0 തൻ്റെ റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് വെച്ചു. അപ്പം എത്രയായി? 1 0 10 അല്ലേ? ആ 10 ചേർത്ത് പിടിച്ചു. ഇപ്പം ആരാ വലുത്? കേമൻ. ഇപ്പം കേമൻ ആരാ? 10 അല്ലേ? എന്നതുപോലെ ഞാൻ കൂടെ പറയുന്നത്, നമ്മുടെ ടീമിൽ അറിയാത്തവരും അറിയുന്നവരും പലതും ചെയ്യാൻ കഴിയുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ടാവും. അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് ഈ കമ്പനിയുമായി ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്ത് അവരെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ കൂടെ കൂട്ടിയിട്ട് എല്ലാവർക്കും ഒരുപോലെ വിജയിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുക. എല്ലാവരും ഒരു ബിസിനസ്സിൽ വന്നത് ക്യാഷ് ഉണ്ടാക്കാനാണ്. ഇവിടെ കുറച്ച് ലീഡർക്ക് മാത്രം, കുറച്ച് വ്യക്തികൾക്ക് മാത്രം ക്യാഷ് ഉണ്ടാക്കി ചാടാനുള്ളൊരു സംഗതി അല്ല അപെക്സ്. ചില ആളുകളുണ്ട്, നമുക്ക് പല കോളുകളും വരാറുണ്ട്, പക്ഷേ നമ്മളെ ലീഡർ ഫോൺ വിളിച്ചെടുക്കുന്നില്ല, വോയിസിന് മറുപടി പറയുന്നില്ല. എത്രയോ ആളുകൾ അപെക്സിൽ, എൻ്റെ ടീമിൽ പെട്ടവരൊന്നുമില്ല, എൻ്റെ ടീമിൽ പെടാത്ത നിരവധി ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, വോയിസ് അയക്കാറുണ്ട്, കോൾ ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ലീഡർ ഇന്ന ആളാണ്, ഒരു ഫോൺ എടുക്കുന്നില്ല, ഒരു കോളിൽ അറ്റൻഡ് ചെയ്യുന്നില്ല, വോയിസിന് മറുപടി തരുന്നില്ല, നമുക്കത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മെ വിശ്വസിച്ച് നമ്മളെ കൂടെ വന്ന കുറേ ആളുകളുണ്ട്. അപെക്സ് കമ്പനിയെ അവർക്കറിയില്ല ശരിക്ക്, അവർ നമ്മളെ വിശ്വസിച്ച് വന്ന, അപ്പോൾ അവരെ നമ്മൾ എക്കാലവും നമ്മളെ കൂടെ ചേർത്ത് പിടിക്കണം എന്നൊരു ഹമ്പിൾ റിക്വസ്റ്റും എനിക്ക് ഈ ലീഡേഴ്സിനോടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ലീഡേഴ്സും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫേസ് 1 ചെറിയൊരു
വിഡ്രോവലിന് ചെറിയ ഒരു കുഴപ്പമുണ്ട്, അത് അടുത്ത സമയത്ത് അത് ക്ലിയർ ആവും. അപ്പോൾ അങ്ങനെ P2P ഒക്കെ വന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് പിൻവലിക്കാനൊക്കെ കഴിയും. അപ്പോൾ തൽക്കാലം നമ്മുടെ കമ്പനീൻ്റെ ടോക്കൺ വില കൂടാൻ വേണ്ടി നമ്മളെല്ലാവരും മിനിമം ഒരു 2000 രൂപയെങ്കിലും മുടക്കാൻ തയ്യാറാവുക. ഒരു 120 അപ്പെക്സ് ടോക്കനാണ് നമുക്ക് ഫേസ് 2 ചെയ്യാൻ വേണ്ടത്. ഈ ഫേസ് 2 ചെയ്യാൻ വേണ്ട 120 അപ്പെക്സ് ടോക്കൺ നമ്മൾ വാങ്ങി നമ്മൾ കമ്പനീൻ്റെ കൂടെ നിന്ന് നമ്മളുടെ ടോക്കന് മാർക്കറ്റിങ്ങിൽ നല്ലൊരു പ്രൈസ് ഉണ്ടാക്കി കൊടുത്താൽ നമുക്കാണ് അതുകൊണ്ട് ഗുണമുണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ഫേസ് 2 ചെയ്യണം എന്നും കൂടി പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേസ് 1 എമൗണ്ട് കിട്ടാത്തത് കൊണ്ട് നിങ്ങളുടെ ടെൻഷനും നിങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ പറയും. ശരിയാ, നിങ്ങൾക്ക് മാർച്ച് മാസമായിരുന്നു, പല അടവുകളുണ്ടായിരുന്നു, പ്രശ്നങ്ങളായി, അല്ലെങ്കിൽ നമുക്ക് കുറേ ഇഷ്യൂസുകളുണ്ട് എന്നൊക്കെ പറയാം. അതൊക്കെ സ്വാഭാവികം മാത്രം. അപ്പം നമ്മൾക്ക് പ്രശ്നങ്ങളില്ലാത്ത ഒരു മേഖലയില്ല. എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളുണ്ട്. ഇവിടെ മുമ്പ് ബിനാൻസ് വന്നു, ബിനാൻസിലും കുഴപ്പങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഏതും എഫേർട്ട് എടുക്കാൻ തയ്യാറെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്സിൽ എത്തിപ്പെടാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ സക്സസ് നമ്മളെ കയ്യിലേക്ക് വെറുതെ വരുന്ന ഒന്നല്ല. നമ്മൾ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ആ പ്രോബ്ലംസുകളെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളെ ലീഡേഴ്സ് നിങ്ങളെ സഹായിക്കും. ഇനി അതല്ലെങ്കിൽ നിങ്ങളെ കസ്റ്റമർ കെയറുമായി കസ്റ്റമർ കെയറിലേക്ക് നിങ്ങൾ വിളിച്ച്, അല്ലെങ്കിൽ കസ്റ്റമർ കെയറിന് വോയിസ് കൊടുത്ത്, അല്ലെങ്കിൽ കസ്റ്റമർ കെയർ ടെക്സ്റ്റ് മെസ്സേജ് കൊടുത്താലും ഈ കസ്റ്റമർ കെയർ നിങ്ങളെ സഹായിക്കും. ഈവൻ നമ്മുടെ CEO മിസ്റ്റർ അഭിജിത്ത് മാണി സാറ് വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഫേസ് 2 ചെയ്യാൻ വേണ്ടി എല്ലാവരും നിങ്ങളെ സഹായിക്കും എന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പോൾ ഫേസ് 2 ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ മിനിമം നമുക്ക് വേണ്ട 2000 രൂപയോളാണ്. അത് നിങ്ങൾ സംഘടിപ്പിച്ച് നിർബന്ധമായിട്ടും ഫേസ് 2 ചെയ്യുക. അപ്പോൾ അതിന് വേണ്ട ടോക്കൺ നിങ്ങൾ ലീഡറോട് നിങ്ങൾ വാങ്ങിക്കുക, നിങ്ങൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന ആളോട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ടോക്കൺ 2000 രൂപ അയച്ചു കൊടുത്താൽ നിങ്ങൾ ID ഒക്കെ അദ്ദേഹത്തിന് കൊടുത്താൽ നിങ്ങൾ ID-യിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് അദ്ദേഹം നിങ്ങൾക്ക് 120 അപ്പെക്സ് ടോക്കൺ മിനിമം നിങ്ങൾക്ക് അദ്ദേഹം അത് സെറ്റ് ചെയ്ത് തരും. അങ്ങനെ ചെയ്ത് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മൊബൈലിൻ്റെ ഏറ്റവും മുകളിൽ ഇടത് ഭാഗത്ത് 3 ലൈൻ കാണും. ആ ലൈൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കാണാൻ പറ്റും, പ്ലാൻ എന്ന് കാണാൻ പറ്റും. ആ പ്ലാനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്ലാനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 120 അപ്പെക്സ് ടോക്കൻ്റെ പ്ലാൻ ഉണ്ട് ഇവിടെ. ഇനി 240ൻ്റെ പ്ലാൻ ഉണ്ട്, 600ൻ്റെ പ്ലാൻ ഉണ്ട്. എന്തിനധികം 24,000 അപ്പെക്സ് ടോക്കൺ വരെ നമുക്ക് വേണമെങ്കിൽ ഫേസ് 2-ൽ നമുക്ക് സ്റ്റേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് എത്ര വേണമെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് ഈ ഫേസ് 2-ൽ നമുക്ക് അപ്പെക്സ് ടോക്കന് സ്റ്റേക്ക് ചെയ്ത് അതിൻ്റെ റിവാർഡ്സുകൾ, അതിൻ്റെ പ്രോഫിറ്റുകൾ നമുക്ക് നേടാനുള്ള അവസരമാണുള്ളത്. അപ്പം 120 കഴിയുമോ അത് ചെയ്തോളൂ. മിനിമം 120, ഏറ്റവും കുറവ് 120 വേണം. ഇല്ലെങ്കിൽ 240, 600 അങ്ങനെ മുന്നോട്ട് പോകും. അത് നിങ്ങൾ ഈ പ്ലാനിലോട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പം നമ്മുടെ സൈറ്റ് ഒന്ന് സ്ലോ ആണ്, അല്ലെങ്കിൽ നമ്മൾ നെറ്റ്വർക്കിന് എന്തോ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്ലാനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് വരാത്തത് കേട്ടോ. എത്രയും എത്രയും ലേറ്റ് ആവുന്നത്, താമസിക്കണം, അതുകൊണ്ടാണ് മനസ്സിലാക്കുക കേട്ടോ. പ്ലാനിലോട്ട് ക്ലിക്ക് ചെയ്താൽ 120 വരും, 240 വരും, 600 വരും. അങ്ങനെ താഴോട്ട് പോയാൽ 24,000 അപ്പെക്സ് ടോക്കൺ വരെ വരും. അപ്പോൾ നമ്മൾ 120 അപ്പെക്സ് ടോക്കൺ സ്റ്റേക്ക് ചെയ്യുമ്പോൾ 50 അപ്പെക്സ് ടോക്കൺ ബേണായി പോകും, അതായത് കത്തിച്ച് പോകും. ബാക്കി 70 അപ്പെക്സ് ടോക്കനാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. ഓക്കെ, ഇനി ഒരാൾ 240 ചെയ്യുമ്പോഴോ അവിടെ 100 അപ്പെക്സ് ടോക്കന് ബേൺ ചെയ്ത് പോകും. ബാക്കിയുള്ളതിന് അദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടും. ഇനി ഒരാൾ 600 ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഓരോന്നും നിങ്ങളത് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇതിലില്ല. അങ്ങനെ നമ്മൾ പ്ലാനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ 140ൻ്റെ വരും, 240ൻ്റെ വരും, 600ൻ്റെ വരും. ഏതാ നമുക്ക് കഴിയുക അത് ചെയ്ത് നമുക്ക് ആ പ്ലാന് ആക്ടിവേഷൻ ചെയ്യാൻ കഴിയും.
ആ പ്ലാൻ ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 120 അപ്പെക്സ് ടോക്കൺ വേണം. അത് നമുക്ക് പല രീതിയിൽ നമുക്ക് വാങ്ങാം. എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങാം. കണ്ടോ, അപ്പോൾ വന്നു കണ്ടോ, താമസിച്ചു കണ്ടോ, എന്നാലും വന്നു കണ്ടോ. ഇവിടെ അപ്പെക്സ് ടോക്കൺ 120 ഉണ്ടല്ലേ, അല്ലെങ്കിൽ 240 കണ്ടോ, അല്ലെങ്കിൽ 600 ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ 1200 ഉണ്ടോ, 2400, 6000, 12000 ഉണ്ടോ, 24000. ഓരോന്നും നമ്മൾ ചെയ്താൽ, ഓരോ പ്ലാനും നമ്മൾ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ എത്രയാണ് ബേൺ ആവുക, എത്രയാണ് അത് സ്റ്റേക്ക്ഡ് ആവുക എന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ 240 ചെയ്യുമ്പോൾ 100 അപ്പെക്സ് ടോക്കൺ ബേൺ ആവും. 140 പ്രോഫിറ്റ് കിട്ടുക കണ്ടോ. ഇവിടെ ഉണ്ട് 600, അപ്പോൾ 250 ബേൺ ആവും, 350 പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇനി ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ അത് പ്ലാന് ഇപ്പോൾ ഒരാൾക്ക് 120 ഉണ്ടെങ്കിൽ ഒരാൾ ഈ ബേൺ ഓൺ പ്ലാൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് വരും കേട്ടോ അപ്പോൾ ബേൺ താഴെ കണ്ട് വീണ്ടും ബേൺ പ്ലാൻ, ആ ബേൺ പ്ലാൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താവും, ആ 70 അപ്പെക്സ് ടോക്കന് അവിടെ സ്റ്റേക്ക്ഡ് ആവും. അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് പിറ്റേ ദിവസം കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ചെയ്യാത്തത് എന്താ ചോദിച്ചാൽ അവിടെ അപ്പെക്സ് ടോക്കൺ ഇല്ല. അതുകൊണ്ട് അത് കാണിച്ചു തരാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തത് മാത്രം. ഓക്കെ, സിമ്പിളുള്ളൂ. അപ്പെക്സ് ടോക്കൺ നിങ്ങൾ ഐഡിയിലേക്ക് കിട്ടിയാൽ പിന്നെ ബേൺ പ്ലാനിൽ ക്ലിക്ക് ചെയ്താൽ അത് ആവാം. ഇനി അതല്ല 240 ആണെങ്കിൽ അപ്പോഴും അങ്ങനെ തന്നെ, എത്രയാണെങ്കിലും അതേപോലെ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും ഫേസ് 2 ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന് സവിനയം നിങ്ങളുടെ എല്ലാവരോടും താല്പര്യപ്പെട്ടുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഇന്ത്യ, ജയ് അപ്പെക്സ്. റഷീദ് അലി മാസ്റ്റർ, മഞ്ചേരി. ഓക്കെ, താങ്ക് യു ഓൾ.